ഹലോ, എവിടെ എത്തി ചേട്ടാ? ഞാൻ പാലക്കാടായി. ഒരു 2 മണിക്കൂറിലെത്തും. 2 മണിക്കൂറോ? അവിടുന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. നിനക്ക് കിടക്കായിരുന്നില്ലേ? ചേട്ടൻ വരാണ്ട് ഞാൻ എങ്ങനെ കിടക്കാനാ? നീ ഒരു കാര്യം ചെയ്യ്, ആ ബെഡ്റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്ത് കിടന്നു. ഞാൻ എത്തുമ്പോ വിളിക്കാം. അതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേഗം വാ, ഞാൻ വെക്കുവാ. അടങ്ങിയിരിക്കും ചേച്ചി, ഞങ്ങളിവിടെ കക്കാൻ വേണ്ടി മാത്രാ വന്നേക്കുന്നേ. ചുമ്മാ വെറുതെ മൂട് മാറ്റല്ലേ. എന്തായി? നീ ആ സ്വർണ്ണം എവിടെ വെച്ചേ? അത് താഴണ്ട്. നാളെ ജോർജ് വരും, അവന് കൊടുക്കാനുള്ള. അതൊക്കെ ഞാൻ ഏറ്റു. ഏറ്റാ മതി. ഇതെന്താ? വിഗ്രഹോ? കൊള്ളാലോ. ഇതെവിടുന്നാണ്? ഇതൊരു മോഡലാ, നമ്മുടെ നാണുവാശ പണിതതാ. ഇതിന്റെ ഒറിജിനല് ചാലിയേക്കര ക്ഷേത്രത്തിലുണ്ട്. പിന്നെ കുറച്ച് സ്വർണവും. കുറച്ച് കാലമായിട്ട് ആ അമ്പലം പൂട്ടിക്കിടക്കുക. ഇത് മോഷ്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാ. അതണ്ണാ, ഈ അമ്പലത്തിൽ കയറി മോഷ്ടിക്കാന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി പേടിയുള്ള കാര്യ. പേടിയാ? എന്ത് പേടി? അത് മനസ്സിലായി. നീ വരണ്ട, അല്ലെങ്കിൽ നിനക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന് ഞാൻ മാത്രം മതി. നീ ആ ജോർജിനെ വിളിച്ചോ? ഇപ്പൊ വിളിക്കണം.
നഗരത്തിൽ മോഷണങ്ങൾ പെരുകുന്നു, പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഓ എന്താ അല്ലേ, നമ്മൾ ഈ നാട്ടുപുറത്തായതുകൊണ്ട് ഈ മോഷണങ്ങളൊന്നും പേടിക്കണ്ട അല്ലേ? ആ അത് നീ പറഞ്ഞത് ശരിയാ. ആ ഇവിടെ എന്താ വേണ്ടേ? ചായ ഉണ്ടോ? ആ ചായ ഉണ്ടല്ലോ. ഒരു ചായ. ചേട്ടാ മധുരം എങ്ങനെയാ? മധുരം പാകത്തിന്. ഇവിടെ അടുത്ത് ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ അറിയോ? ഒരു മെക്കാനിക്ക്. ഗ്യാരേജ് നടത്തുന്ന ജോണിയാണോ? ആ ആ അതിവിടെ തൊട്ടപ്പുറത്ത് തന്നെ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം. ജോണി ചേട്ടോ, ഇവിടെ ആരുമില്ലേ? താരടങ്ങാതെ രണ്ടെണ്ണം അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ശ്ശെ. ആരാ മനസ്സിലായില്ലല്ലോ? ജോണി ചേട്ടനല്ലേ? അതെ. ഇത് നാണുവാശം തന്നതാ. പ്രിയപ്പെട്ട ജോണിക്ക്, ഇത് ഷിബു. ഇവൻ നിന്നെപ്പോലെ തന്നെ എൻ്റെ ഒരു അരുമ ശിഷ്യനാണ്. അവന് അവിടെ വേണ്ട സഹായങ്ങളെല്ലാം നീ ഒരുക്കി കൊടുക്കണം എന്ന സ്വന്തം നാണുവാശ. നീ വന്ന സമയം എന്തായാലും കൊള്ളാം. ഇന്ന് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോകും. ആ അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല. നല്ല ബെസ്റ്റ് ടൈമാണ്. ഈ അമ്പലവും പരിസരവും ഒക്കെ എങ്ങനെയാണ്? അമ്പലം ഇവിടെ അടുത്താ. ഈ റോഡ് ചെന്ന് മുട്ടണോടത്താണ് അമ്പലം. പിന്നെ നീ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഒരു പാടത്തിൻ്റെ നടുക്ക ഈ അമ്പലം ഇരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ടത് പൂട്ടിക്കിടക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ആളനക്കില്ല. അവിടെ വിഗ്രഹമുള്ള കാര്യം എല്ലാവർക്കും അറിയും. പക്ഷെ എന്തോ അതിനെ കാക്കുന്നുണ്ട്. ഒത്തിരി വില വരുന്ന സ്വർണവും വിഗ്രഹമാണ് അതിൻ്റെ അകത്തുള്ളത്. അത് നീ അവിടെ നിന്ന് എടുത്ത പിന്നെ നിന്റെ ഒളിച്ചും പാത്തുള്ള കളി ഇതോടെ അവസാനിപ്പിക്കും. ശാപങ്ങൾ ദീപങ്ങളൊക്കെ ആരാ തെളിയിച്ചേ? ഇന്നിവിടെ കയറി ശരിയാവില്ല. ഇവിടെ വരെ വന്നിട്ട് വിളക്ക് കത്തിക്കാതെ പോവാനോ? അത് നടക്കില്ല. വാ. ആരാ കൈയൊക്കെ പിടിച്ചെന്നെ വിളക്ക് കത്തിക്കാൻ കൊണ്ടുപോവാൻ? എന്തായാലും കൊള്ളാം. ദീപസ്തംഭത്തിന് തിരി തെളിയിക്കുമ്പോ മനസ്സിൽ വേറെ ചിന്തകളൊന്നും പാടില്ലെന്നാണ്. ഇതുവരെ ദീപങ്ങളൊന്നും തെളിയിച്ചില്ലല്ലോ. ദാ അവിടെ കുറച്ചുകൂടി തെളിയിക്കാൻ ബാക്കിയുണ്ട്. ഇതാ.
വല്ല കളഞ്ഞായിരിക്കണ്ടോ? അവരിൽ നിന്ന് നീ രക്ഷപ്പെട്ടു അല്ലേ?